ഇതിൽ ആദ്യം ഓഫ് കോഴ്സ് ടൈഡിവേഴ്സ് ലൂബ്രിഡേറ്റ് ഒക്കെ ഇൻവോക്ക് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് ഇതിനെ നമ്മൾ URL എന്ന് പറഞ്ഞൊരു ഒബ്ജക്റ്റ് ആയിട്ട് കോപ്പി ചെയ്താൽ എളുപ്പമുണ്ട്. ഈ ഞാൻ ഷെയർ ചെയ്തിരുന്ന URL ഇതാണ്. അപ്പം https opendata.ecdc.europa.eu/covid19/case-distribution/csv. ഇതാണ് അവരുടെ ഡാറ്റ. ഈ ഡാറ്റയുടെ ഒരു ഗുണം നമുക്ക് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് എടുക്കാം. അത് ഡൗൺലോഡ് ചെയ്യേണ്ട കാര്യമില്ല. നേരിട്ട് റീഡ് CSV എന്ന് പറഞ്ഞിട്ട് ഈ URL കൊടുത്താൽ അത് അതിലോട്ട് വരും. അപ്പോൾ നമുക്ക് ഈ ഇമ്പോർട്ട് ഡാറ്റ സെറ്റിന്റെ ഇത് ഉപയോഗിക്കേണ്ട. അങ്ങനെ ഉപയോഗിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. ഇത് വേണമെങ്കിൽ ഡൗൺലോഡ് ചെയ്ത് അങ്ങനെ എടുക്കാം. പക്ഷെ അല്ലാതെ തന്നെ ഇപ്പോൾ ഞാനിപ്പോൾ അതിനെ കൊറോണ ഡാറ്റ എന്ന് പറഞ്ഞ ഒരു ഒബ്ജക്റ്റ് ആയിട്ടാണ് സേവ് ചെയ്തേക്കുന്നത്. അപ്പോൾ നമ്മളിത് ആദ്യം URL ഒരു ഒബ്ജക്റ്റ് ആയിട്ട് സേവ് ചെയ്തിട്ട് പിന്നെ കൊറോണ ഡാറ്റ റീഡ് CSV URL മാത്രം കൊടുക്കുകയാണ്. അപ്പോൾ ഡാറ്റ നമ്മുടെ വർക്കിംഗ് ഡയറക്ടറിയിലോട്ട് വരും. അപ്പോൾ അത് വേണമെങ്കിൽ കാണാം ഗ്ലിംസ് ഉപയോഗിച്ചിട്ട്. ഇതിൽ ഇത്രയും സാധനങ്ങളാണ് ഉള്ളത്. ഡേറ്റ് എന്ന് പറഞ്ഞാൽ ഡേറ്റ് റിപ്പോർട്ടഡ്, അത് നമ്മൾ നേരത്തെ കണ്ട പോലെ ക്യാരക്ടറായിട്ടാണ് എപ്പോഴും അവർ സേവ് ചെയ്യുന്നത്. നമുക്കത് കൺവേർട്ട് ചെയ്യണം. പിന്നെ ഡേ എന്ന് പറയുന്ന നമ്പറാണ്. എന്നുവെച്ചാൽ മാസം, ഡേ മന്ത് ഇയർ എന്ന് പറയുന്നത് ഇതേ ഡേറ്റിനെ തന്നെ അവർ ഡേ മന്ത് ഇയർ ആയിട്ട് കൊടുത്തിരിക്കുക. അതിൽ വലിയ കാര്യമില്ല. അല്ലാതെ തന്നെ നമുക്ക് ഡേറ്റ് വെച്ചിട്ട് ചെയ്യാം. പിന്നെ കേസസ് കൊടുത്തിട്ടുണ്ട്. അത് ഇതിൽ ഈ ഡാറ്റയിൽ അവർ കൊടുക്കുന്നത് ഓരോ ദിവസമുള്ള കേസസ് ആണ്, അല്ലാതെ ക്യുമുലേറ്റീവ് അല്ല. അപ്പോൾ ആദ്യം നമുക്കത് ഗ്രാഫ് ചെയ്യാം. കേസസ് ഉണ്ട്, ഡെത്ത്സ് ഉണ്ട്, പിന്നെ കൺട്രീസ് ആൻഡ് ടെറിട്ടറീസ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അത് ഒരു 3 letter ID ആണ്. പിന്നെ അത് കൂടാതെ GOID എന്ന് പറയുന്ന 2 letter ID കൊടുത്തിട്ടുണ്ട് ഓരോ രാജ്യത്തിൻ്റെ. അല്ല, ഇതിപ്പോ കൺട്രീസ് ആൻഡ് ടെറിട്ടറീസ് എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു അതിന്റെ പേരാണെന്ന് തോന്നുന്നു. കൺട്രി ആൻഡ് ടെറിട്ടറി കോഡാണ് 3 letter, GOID 2 letter ആണ്. പിന്നെ ഓരോ കൺട്രിയുടെയും പോപ്പുലേഷനും അവർ കൊടുത്തിട്ടുണ്ട്. പിന്നെ കോണ്ടിനെന്റ് ഓഫ് കോഴ്സ്, അത് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന കാര്യമില്ല. കോണ്ടിനെന്റ് നമുക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാം. പക്ഷേ ഇതില് ഞാനിപ്പോ ചെയ്തത് ആദ്യം ഇതിങ്ങനെ സേവ് ചെയ്തിട്ട് പിന്നെ അതിൽ നിന്ന് കുറച്ച് വേരിയബിൾസ് ഞാൻ സെലക്ട് ചെയ്തിരിക്കുകയാണ്. അപ്പൊ അതിനെ ഞാൻ ഡാറ്റ എന്ന് പറഞ്ഞൊരു ഒബ്ജക്റ്റിലേക്ക് മാറ്റി. കൊറോണ ഡാറ്റയിൽ നിന്ന് സെലക്ട് ഡേറ്റ് എന്നാണ് ഡേറ്റ് റിപ്പോർട്ടഡിനെ ഡേറ്റ് ആക്കി. കേസസ് ഡെത്ത്സ് ഒക്കെ അതുപോലെ തന്നെ എടുത്തു. GOID കോഡ് എന്നുള്ളതിന് കൺട്രി ടെറിട്ടറി കോഡ് എന്നുള്ളത് കോഡെന്ന് മാത്രമായിട്ട് എടുത്തു. പോപ്പുലേഷൻ എന്നുള്ളത് അപ്പൊ ഇങ്ങനെ ഒരു സെലക്ടഡ് വേരിയബിൾസ് മാത്രം വെച്ചിട്ട് ചെറിയൊരു ഡാറ്റ സെറ്റ് ഞാൻ ഉണ്ടാക്കിയിരിക്കുക. എന്നിട്ട് പിന്നെ ഈ ഡേറ്റ് എന്നുള്ളതിനെ നമ്മൾ മ്യൂട്ടേറ്റ് കമാൻഡ് വെച്ചിട്ട് ഒരു ഡേറ്റ് ഓബ്ജക്റ്റ് ആയിട്ട് മാറ്റും. ഡേറ്റ് ഓബ്ജക്റ്റ് ആയിട്ട് മാറ്റുമ്പോൾ ഇതിലിപ്പോൾ അവർ DMY എന്നുള്ള ഫോർമാറ്റിലാണ് കൊടുത്തേക്കുന്നത്. യൂറോപ്യൻ ഡേ മന്ത് ഇയർ നമ്മളൊക്കെ ചെയ്യുന്ന പോലെ. അതുകൊണ്ട് അത് DMY എന്നുള്ള കമാൻഡാണ് കൊടുക്കേണ്ടത്. അമേരിക്കൻ ഡാറ്റയിൽ പലതിലും MDY എന്നുള്ള ഫോർമാറ്റിലാണ് കാണുന്നത്. പക്ഷെ അത് ഡേറ്റ് ഓബ്ജക്റ്റ് ആകുമ്പോൾ എപ്പോഴും അത് ഇയർ ആദ്യം, പിന്നെ മന്ത്, പിന്നെ ഡേറ്റ്, ആ ഫോർമാറ്റിലാണ് അത് ഡേറ്റ് ഓബ്ജക്റ്റ് ആയിട്ട് R വരുന്നത്. അപ്പോൾ അത് മ്യൂട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളത് റെഡിയായി. പിന്നെ ഒരു കാര്യം നമുക്ക് ചെയ്യാവുന്നത്, ഞാനിപ്പോൾ ചെയ്തേക്കുന്നത് 3 രാജ്യത്തിനെ മാത്രം സെലക്ട് ചെയ്തിരിക്കുക. ഇന്ത്യ, US ആൻഡ് ചൈന. അതാണ് അതിൻ്റെ GOID ആണ് എടുത്തേക്കുന്നത്. ഇന്ത്യയുടെ IN ആണ്, USന്റെ US, ചൈനയുടെ CN ആണ്. CH എന്നുള്ളത് സ്വിറ്റ്സർലാൻഡ് ആണ്. അതുകൊണ്ട് അത് നമുക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഗൂഗിൾ ചെയ്താൽ മതി. 2 letter കോഡ് ഫോർ കൺട്രി എന്ന് പറഞ്ഞ് കൺട്രി നെയിം കൊടുത്താൽ അതിൻ്റെ 2 letter കോഡ് കിട്ടും. അപ്പോൾ ആദ്യം അതിനെ ഒരു സെലക്ട് കൺട്രീസ് എന്ന് പറഞ്ഞൊരു ഓബ്ജക്റ്റ് ആയിട്ട് മാറ്റി. അപ്പോൾ അത് ഏതാണെന്ന് നോക്കണമെങ്കിൽ വേണമെങ്കിൽ ചെക്ക് ചെയ്യാം. അപ്പോൾ ഇത് തന്നെ സെയിം, ജസ്റ്റ് കൺഫേം. എന്നിട്ട് പിന്നെ അതിനെ ഞാൻ ഈ ഡാറ്റ ഒന്നുകൂടെ കൺവേർട്ട് ചെയ്തു. ഇതിൽ മാത്രം GOID ഈക്വൽസ് സെലക്ട് കൺട്രീസ് മാത്രമായിട്ട് എടുത്തിട്ട് ഐ എം ഗ്രൂപ്പിംഗ് ബൈ കൺട്രി ആൻഡ് ഡേറ്റ്, അല്ലെങ്കിൽ അതിങ്ങനെ താഴെയായിട്ട് വരും. എന്നിട്ട് അതിൽ നിന്ന് പിന്നെ GOID, ഡേറ്റ്, കേസസ്, ഇങ്ങനെ 3 വേരിയബിൾ മാത്രം
പ്ലോട്ടിന് വേണ്ടി സെലക്ട് ചെയ്യണം. ഒരു വാർണിംഗ് വന്നിട്ടുണ്ട്, ഇപ്പോൾ എല്ലാം തോന്നുന്നു, നോക്കട്ടെ. വലിയ പ്രശ്നമില്ല. അപ്പോൾ ഇങ്ങനെ നോക്കുക, നമ്മൾ ഒന്ന് ചെക്ക് ചെയ്യുമ്പോൾ ഓരോ ഇതിപ്പോൾ ചൈനയാണ്, ചൈന ഡേറ്റ് കണ്ട ഈ ഫോർമാറ്റിലാണ് വരുന്നത്. എപ്പോഴും കേസസ് ഇങ്ങനെ വരും. അപ്പോൾ ഈ ഇതിലാണ് നമ്മുടെ ഡാറ്റ ഇപ്പോൾ ഇരിക്കുന്നത്. ഇനി നമുക്ക് വേണമെങ്കിൽ പ്ലോട്ട് ചെയ്യാം. അപ്പോൾ പ്ലോട്ട് ഡാറ്റ മുതൽ X ഡേറ്റ്, Y കേസസ്. പിന്നെ ഇതിലൊരു ഇതുള്ളത് നമ്മൾ അറിയേണ്ടത്, ഇപ്പോൾ മൾട്ടിപ്പിൾ ഗ്രൂപ്പ്സ് ഉണ്ട് ഇതിൽ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വേറൊരു കാര്യം കൂടെ ചെയ്യണം. ഗ്രൂപ്പ് എന്താണെന്ന് പറയണം. ഗ്രൂപ്പ് ഈക്വൽസ് GeoID, അതായത് ഒരു കൺട്രി ഒരു ഗ്രൂപ്പാണ്. ആൻഡ് ഇറ്റ് ഈസ് ഓൾസോ കോഡഡ് ആസ് കളർ ഈക്വൽസ് GeoID. അപ്പോൾ ഈ ലൈൻ ഗ്രാഫിൽ ഇത് പ്രധാനമാണ്. ഇത് കൊടുത്തില്ലെങ്കിൽ ലൈൻ സെപ്പറേറ്റ് ആയിട്ട് കിട്ടില്ല, എല്ലാം കൂടെ ഒരു കൺഫ്യൂസ്ഡ് ലൈനായിട്ട് മാറും. അതുകൊണ്ട് ഇതിങ്ങനെ ഗ്രൂപ്പ് ചെയ്ത് പല പല രാജ്യങ്ങളുടെ ഗ്രൂപ്പായിട്ട് നമ്മൾ ഗ്രാഫ് ചെയ്യുന്നെങ്കിൽ ഈ ഗ്രൂപ്പ് ഈക്വൽസ് കൊടുക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കളർ കൊടുത്താലും കുഴപ്പമില്ല, കൊടുത്തില്ല, പക്ഷെ എന്നാലും കളർ കൊടുത്താലേ നമുക്ക് തിരിച്ചറിയാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഇത് രണ്ടും കൊടുക്കണം. അപ്പൊ അങ്ങനെ നമ്മളൊരു ഗ്രാഫ് വരയ്ക്കുകയാണ് ആദ്യം. ഇത് നോക്കുമ്പോൾ ഇങ്ങനെ you can see that. ഇതിൽ ഡേറ്റ് ആണ് X ആക്സിസ്, ജനുവരി 1 മുതലുള്ളതുണ്ട്. റെഡ് ലൈൻ ഇസ് ചൈന, അതിങ്ങനെ പോയി ഫെബ്രുവരി മാർച്ച് ആയപ്പോഴത്തേക്കും തീർന്നു. ഇതിപ്പോൾ ഡെയിലി കേസസിന്റെ എണ്ണമാണ് വൈയിൽ പ്ലോട്ട് ചെയ്യുന്നത്, അത്രേ ഉള്ളൂ. ക്യുമുലേറ്റീവ് അല്ല. ക്യുമുലേറ്റീവ് നമുക്ക് പിന്നെ ചെയ്യാം. അപ്പം ആ സമയത്തൊന്നും അമേരിക്കയിലൊന്നും കേസൊന്നുമില്ല. അമേരിക്ക ഇസ് ബ്ലൂ ലൈൻ. അത് കഴിഞ്ഞ് അമേരിക്ക ഗോസ് അപ്പ് ബിറ്റ്വീൻ ഈ മാർച്ച് ഒരു പകുതി ആവുമ്പോഴുകൂടി പെട്ടെന്ന് മുകളിലോട്ട് പോയി, പിന്നെ ഒരുപാട് മുകളിലോട്ട് പോയി നമ്പർ ഓഫ് കേസസ്. പിന്നെ അത് ഏകദേശം ഇങ്ങനെ വരുന്നുണ്ട് താഴോട്ട്. ഇന്ത്യ ആണെങ്കിൽ അപ്പോഴൊന്നും ഒന്നുമില്ല. ബൈ മെയ് 1 ആണ് അത് മുകളിലോട്ട് പോയി തുടങ്ങുന്നത്. അതിപ്പോഴും ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ചെറിയ ചെറിയ ഫ്ലക്ച്വേഷൻസേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ ഒരു ദിസ് ഇസ് വാട്ട് വി ഗെറ്റ്. ഈ ലൈനിൽ പിന്നെ അപ്പോൾ നമുക്ക് ഇതിനെ ഈ ഡെയിലി എടുക്കുമ്പോൾ ഒരുപാട് ഫ്ലക്ച്വേഷൻസ് വരും. അപ്പോൾ ആ ഫ്ലക്ച്വേഷൻസിനെ വേണമെങ്കിൽ നമുക്ക് സ്മൂത്ത് ചെയ്യാം. അതാണ് അടുത്ത സ്റ്റെപ്പ്. സ്മൂത്ത് ചെയ്യാനായിട്ട് വൺ തിങ് ടു ഡു ഇസ് യൂസ് മൂവിങ് ആവറേജസ്. മൂവിങ് ആവറേജ് എന്ന് പറയുന്നത് ഈ ടൈം സീരീസ് ഡാറ്റയിൽ സാധാരണ സ്റ്റാറ്റിസ്റ്റീഷ്യൻസ് ചെയ്യുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ ഈ പ്രൈസ് ഡാറ്റ എല്ലാ ദിവസവും മൂവ് ചെയ്യുന്ന സാധനങ്ങളുണ്ടല്ലോ, വെതർ, അങ്ങനത്തെ സാധനങ്ങൾ, ടെമ്പറേച്ചർ, അങ്ങനത്തെ ഒക്കെ പ്ലോട്ട് ചെയ്യുമ്പോൾ അഗൈൻസ്റ്റ് ടൈം ഒരു മൂവിങ് ആവറേജ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ 3 ഡേ മൂവിങ് ആവറേജ് എന്ന് പറഞ്ഞാൽ ഡേ 1 to 3 ആവറേജ്, പിന്നെ 2, 3, 4 ആവറേജ്, 3, 4, 5 ആവറേജ്, 4, 5, 6 ആവറേജ്, അങ്ങനെ 3 ഡേ വിൻഡോ വെച്ച് അതിങ്ങനെ കാൽക്കുലേറ്റ് ചെയ്തുകൊണ്ട് പോകും. അപ്പോൾ അത് ഈ ഫ്ലക്ച്വേഷൻസ് ഇതുപോലെ ഭയങ്കര വൈൽഡായിട്ട് വരത്തില്ല. അതാണ് അതിൻ്റെ ഒരു ഗുണം. അപ്പോൾ നമുക്ക് 7 ഡേ മൂവിങ് ആവറേജ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് അതിനൊരു പ്രത്യേക പാക്കേജ് ഉണ്ട്, RCPP റോൾ എന്ന് പറഞ്ഞാണ്. അത് നമുക്കിവിടെ പോയാൽ കാണാൻ പറ്റും. ഈ പാക്കേജസിൽ പോയാൽ RCPP റോൾ. ഇപ്പം ഞാനിപ്പോൾ ഇത് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ ഇൻസ്റ്റാൾ പാക്കേജസിൽ പോയി എവിടെ നിന്നാണെന്ന് വെച്ചാൽ ഇൻസ്റ്റാൾ ചെയ്യണം. RCPP റോൾ, അതിൽ രണ്ടാമത്തെ ആറും ക്യാപിറ്റലാണ്. അതാണ് പാക്കേജിന്റെ പേര്. ഇതിലെന്തോ റീസ്റ്റാർട്ട് ചെയ്യണമെന്നൊക്കെ പറയും. തൽക്കാലം ഞാൻ അത് ചെയ്യുന്നില്ല. സോ ഇഫ് യു ഹാവ് നോട്ട് ഇൻസ്റ്റാൾഡ് അത് ചെയ്യുക, ഈ RCPP റൂള്. അപ്പം അതിലൊരു കമാൻഡ് ഉണ്ട്, അതുപയോഗിച്ചാണ് നമ്മൾ 7 ഡേ മൂവിങ് ആവറേജ് ആണ് കാൽക്കുലേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. 7 ഡേ മൂവിങ് ആവറേജസ് എന്ന് പറയുമ്പോൾ ഏകദേശം ഒരാഴ്ചയായി.
അപ്പൊ അതെങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ പ്ലോട്ട് 1 എന്നുള്ള എടുത്ത് കളയാൻ പോകുന്നു. പ്ലോട്ട് ഡാറ്റ എടുത്ത് ഗ്രൂപ്പ് ബൈ ജിഒ ഐ ഡി സെയിം മ്യൂട്ടേറ്റ് കേസസ്, ഞാൻ സെയിം നെയിം ഉപയോഗിച്ചിരിക്കുകയാണ്. കേസസ് ഈക്വൽസ് റോൾ അണ്ടർസ്കോർ മീൻ ആർ എന്നുള്ളതാണ് കമാൻഡ്. ദാറ്റ് ഈസ് ദ റോൾ സി പി പിയിലുള്ള കമാൻഡാണ്. RCCP റോളിലുള്ള കമാൻഡാണ് റോൾ മീൻ ആർ. അതിൽ റോൾ മാക്സ് ആർ അങ്ങനെ പലതും ഉണ്ട്. അപ്പോൾ മീനാണ് നമുക്ക് വേണ്ടത്. റോൾ മീൻ ആർ കേസസ് എന്നുള്ള വേരിയബിൾ ആണ് നമ്മളിത് അപ്ലൈ ചെയ്യുന്നത്. ഇറ്റ് ഷുഡ് ബി എ ന്യൂമറിക് വേരിയബിൾ. അപ്പോൾ ഇതിൽ നമുക്ക് ഈ പേര് വേണമെങ്കിൽ വേറെ കൊടുക്കാം, വേറെ ഏതെങ്കിലും പേര് കൊടുക്കാം. പക്ഷെ തൽക്കാലം ഞാൻ അതേ പേര് തന്നെ കൊടുക്കുവാണ്. കേസസ് ഈക്വൽസ് റോൾ മീൻ ആർ കേസസ് 7 എന്ന് പറയുന്ന നമ്പർ, ദാറ്റ് ഇസ് ദ സെക്കൻഡ് ആർഗ്യുമെന്റ് ഓഫ് ദിസ് കമാൻഡ്. ദാറ്റ് നമ്പർ ഓഫ് യൂണിറ്റ്സ് 3 ആണോ 4 ആണോ 7 ആണോ, ഇപ്പോൾ നമ്മളിപ്പോൾ 7 ഉപയോഗിക്കുന്നു. അപ്പോൾ അങ്ങനെ എടുത്തിട്ട് ദെൻ മ്യൂട്ടേറ്റ് ചെയ്തിട്ട് ദെൻ ഫിൽറ്റർ കേസസ് മോർ ദാൻ 10 ആൻഡ് ഇറ്റ്സ് നോട്ട് NA കേസസ് എന്ന് പറഞ്ഞാൽ കേസസ് മിസ്സിംഗ് ആയിട്ടുള്ളത് എടുത്ത് കളയണം. മോർ ദാൻ 10 അല്ല ലെസ് ദാൻ 10 ഉള്ളതും 10 വരെ ഉള്ളതും എടുത്ത് കളയാം. ദാറ്റ്സ് ബിക്കോസ് അതൊരു സ്റ്റെബിലൈസ് ചെയ്യാൻ വേണ്ടി. ബിക്കോസ് ആദ്യത്തെ കേസസ് ഒക്കെ ചിലപ്പോൾ അതൊരു കമ്പൽസറി ഇതല്ല, പക്ഷെ ഈ നോട്ട് തന്നെ എടുക്കണം. കാരണം ഇതിൽ നമ്മൾ ഈ റോൾ മീൻ ആർ ചെയ്യുമ്പോൾ നമുക്കിത് ഡാറ്റ മാത്രമായിട്ട് നോക്കിയാൽ അറിയാം. ഞാനത് വേണമെങ്കിൽ കാണിച്ചു തരാം. ഇങ്ങനെ പ്ലോട്ട് ഡാറ്റ, ഞാൻ ജസ്റ്റ് ഡാറ്റ മാത്രം. അപ്പൊ then you will understand ആദ്യത്തെ 6 എണ്ണ NA ആയി പോകും. കാരണം ഇതിന് 7 യൂണിറ്റ്സ് വെച്ച് ആവറേജ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. NA എന്ന് പറഞ്ഞു വരും. അപ്പൊ അതുകൊണ്ട് അതിനെ നമ്മൾ എലിമിനേറ്റ് ചെയ്യണം. അതുകൊണ്ടാണ് .NA എന്ന് നോട്ട് ഇസ് NA എന്ന് കൊടുക്കുന്നത്. അപ്പോൾ NA അല്ലാത്തത് മാത്രം എടുക്കാനായിട്ട്. അതോടൊപ്പം തന്നെ 10-ൽ കൂടുതലുള്ളതിനെ മാത്രമേ നമ്മൾ എടുക്കുന്നുള്ളൂ. അത് വേണമെങ്കിൽ ഒഴിവാക്കാം, പക്ഷെ ഞാനിപ്പോൾ അതുപോലെ ചെയ്തിരിക്കും. കാരണം ജസ്റ്റ് ടു മേക്ക് ഷുവർ. അപ്പോൾ അങ്ങനെ കൊടുത്തിട്ട് പിന്നെ ഒന്നുകൂടെ പ്ലോട്ട് ചെയ്യുന്നു. സെയിം പ്ലോട്ടിംഗ് കമാൻഡ്, വ്യത്യാസമൊന്നുമില്ല. അങ്ങനെ പ്ലോട്ട് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ സ്മൂത്ത് ആയിട്ടൊരു കർവ് കിട്ടും. നമ്മൾ നേരത്തെ ഉണ്ടായിരുന്ന സോ ടൂത്ത് പോലുള്ള അമേരിക്കയിലുള്ള ഇതൊക്കെ മാറിക്കിട്ടി. ഇത് കുറച്ചുകൂടെ നമുക്ക് ഇന്റർപ്രറ്റ് ചെയ്യാൻ എളുപ്പമുണ്ട്. ഇപ്പോൾ നമുക്കറിയാം ജാനുവരി മുതൽ ചൈന ഇവിടുന്ന് കൃത്യമായിട്ട് എന്നാണ് 10 കേസ് ആയതെന്നുള്ളത് നോക്കി അറിയാം. ബിറ്റ്വീൻ മാർച്ച് ആൻഡ് ഏപ്രിൽ അമേരിക്കയിൽ വന്ന സാറ് സൂം ചെയ്തത് കാണുന്നില്ല സാർ. ആണോ? സൂം ചെയ്തത് കാണുന്നില്ല. ഇതോ? അതെന്ത് പറ്റി? ഗ്രാഫ് കാണുന്നില്ല. ഞാനിപ്പോഴും കാണുന്നത് സാറിന്റെ കേസർ മൂവ് ചെയ്യുന്നത് ടെക്സ്റ്റിന്റെ മുകളിൽ. അതെന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എല്ലാവർക്കും ഉണ്ടോ ഈ പ്രോബ്ലം? ഇപ്പൊ കാണോ? ഇല്ല, വിൻഡോ ഒന്ന് റീസൈസ് ചെയ്താൽ നന്നായിരിക്കും. എങ്ങനെ? വിൻഡോ കുറച്ച് എല്ലാവരും ചെയ്ത പോലെയാണ് കാണുന്നത്. എനിക്ക് തോന്നുന്നത് ഒന്ന് സ്ക്രോൾ ചെയ്ത് ലെഫ്റ്റിലേക്കോ. ഏത് വിൻഡോ? നമ്മുടെ സ്ക്രിപ്റ്റിന്റെ വിൻഡോ? സ്ക്രിപ്റ്റ് വിൻഡോ മാത്രമേ കാണുന്നുള്ളൂ. സ്ക്രിപ്റ്റ് വിൻഡോയും കൺസോളും കാണാം. റൈറ്റ് സൈഡിലുള്ള ഭാഗം കാണുന്നില്ല എന്നാണ് പറയുന്നത്. അപ്പൊ അത് അല്ല, ഇപ്പൊ ഏതാ ഞാൻ ചെറുതാക്കേണ്ടത്? സ്ക്രിപ്റ്റ് വിൻഡോയോ? അല്ല, മൊത്തത്തിൽ ഒന്ന് റീസൈസ് ചെയ്താൽ മതിയാവുമായിരിക്കും. സ്ക്രിപ്റ്റ് വിൻഡോയും കൺസോളും അത് ചെറുതാക്കുക. അത് രണ്ടും ചെറുതാക്കുക. ഇപ്പൊ കുറച്ചുകൂടെ ലെഫ്റ്റിലേക്ക് പോയാൽ ഓക്കെ, ഇപ്പൊ കാണാം. അല്ല, ഞാൻ ഇത് പക്ഷെ സൂം ചെയ്യുമ്പോ നിങ്ങൾക്ക് കാണുന്നില്ലെന്നല്ലേ പറഞ്ഞല്ലേ? ഇല്ല. ഇനി സൂം ചെയ്ത് നോക്കേ. സൂം ചെയ്യുമ്പോ അതിന്റെ പിറകോട്ടാ പോകുന്നത്. അതെനിക്കൊന്നു സാറ് ആർ സ്റ്റുഡിയോ മാത്രമേ ഷെയർ ചെയ്തിട്ടുണ്ടാവുള്ളൂ. ഹോൾ ഡെസ്ക്ടോപ്പ് ഷെയർ ചെയ്യേണ്ടി വരും. അല്ല, ഷെയർ എന്നും പറഞ്ഞല്ലേ ഞാൻ കൊടുക്കുന്നത്. എനിക്ക് അറിഞ്ഞൂടാ. അല്ല, ഷെയർ ചെയ്യാൻ ഡെസ്ക്ടോപ്പും ഷെയർ ചെയ്യാം, അല്ലാതെ ആ ഒരു സ്പെസിഫിക് ആപ്ലിക്കേഷൻ ഷെയർ ചെയ്യാം. സാറൊന്ന് വീണ്ടും ഡിസ്കണക്ട് ചെയ്തിട്ട് ട്രൈ നോക്കൂ. ഡിസ്കണക്ട് അല്ല, സ്ക്രീൻ ഷെയറിംഗ് നിർത്തിയിട്ട് ഒന്നുകൂടെ ഷെയർ ചെയ്ത് നോക്കൂ.
ആ പക്ഷെ ഇപ്പൊ എനിക്ക് സൂമിന്റെ സാധനമേ കാണാനില്ല. അത് മുകളിലുണ്ട്. സാറിന് സൂം ചെയ്യുമ്പോൾ കാണാൻ പറ്റുന്നുണ്ടോ? ഇല്ലോ. അല്ല, സൂം ടോപ്പിലുണ്ടാവും. അത് മൗസ് അവിടെ കൊണ്ടുവച്ചാൽ അതില് സ്റ്റോപ്പ് ഷെയർ കൊടുത്താൽ മതിയാ. സ്റ്റോപ്പ് ഷെയർ കൊടുത്തിട്ട് ഒന്നുകൂടെ ഷെയർ ചെയ്തിട്ട് ഹോൾ സ്ക്രീൻ ഷെയർ ചെയ്തു. ഷെയർ സ്ക്രീൻ എന്നുള്ളതാണ് ഞാൻ കൊടുക്കുന്നത്. അത് അന്നേരം ഓപ്ഷൻ ചോദിക്കൂലേ, ഫുൾ സ്ക്രീൻ ഷെയർ ചെയ്യണോ അതോ ഡെസ്ക്ടോപ്പ് മൊത്തം ഷെയർ ചെയ്യണോ? ഡെസ്ക്ടോപ്പ് എന്നുള്ളതാണോ കൊടുക്കേണ്ടത്? അതെ, ഡെസ്ക്ടോപ്പ് കൊടുക്കണം. ഓക്കെ, ഞാൻ ആർ സ്റ്റുഡിയോ മാത്രം കൊടുത്താൽ പ്രശ്നം. അത് ഈ പറഞ്ഞ പോലെ പ്രശ്നം. മനസ്സിലായി. ഇപ്പൊ കൊടുത്തിരിക്കുകയാണ്. ആണോ? ഇപ്പൊ ക്ലിയർ ആണ്, ഫുൾ കാണാം. ആണോ? ഇല്ല, സൂം കാണുന്നില്ലല്ലോ. സൂം ചെയ്തില്ല. ഇപ്പം വരുന്നുണ്ട്. ഇപ്പൊ കാണാം. ഈ സൂം കാണാമോ ഇപ്പൊ? ക്ലിയർ ആണ്. ഓക്കെ. ഓക്കെ, അപ്പൊ നമ്മള് ഇതാണ് ഇപ്പൊ വി ഹാവ് ഡൺ എ മൂവിങ് ആവറേജ് വിത്ത് ദ നമ്പേഴ്സ്. അപ്പൊ ഈ നമ്മൾ ഈ കർവിന്റെ ഫ്ലക്ച്വേഷൻസ് ഒക്കെ സ്മൂത്തൻ ചെയ്യാൻ വേണ്ടിയാണ് മൂവിങ് ആവറേജ് ചെയ്യുന്നത്. അപ്പോൾ നൗ വി നോ ദാറ്റ് വേർ എവറിഥിങ് സ്റ്റാർട്ടഡ് ആൻഡ് വേർ ഇറ്റ് ഇസ് ഗോയിങ്, അങ്ങനത്തെയുള്ള കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ ഇത് വേണമെങ്കിൽ നമുക്ക് പർട്ടിക്കുലർ പ്ലോട്ടിനെ നമുക്ക് സേവ് ചെയ്യാം. പ്ലോട്ട് 1 എന്ന് പറഞ്ഞ് ഞാനത് സേവ് ചെയ്യാം. എന്നിട്ട് പിന്നെ വേണമെങ്കിൽ നമുക്ക് വേറെ ചില കാര്യങ്ങൾ ചെയ്യാവുന്നത്, ഇപ്പൊ നേരത്തെ ഞാൻ കാണിച്ചതുപോലെ ഈ എക്സ് ആൻഡ് വൈ ആക്സിസ് നെയിം ചെയ്യാം. പ്ലസ് കൊടുത്താൽ മതി. എക്സ് ലാബ് ഡേറ്റ് കേസസ്. അത് പിന്നെ ഓൾറെഡി കേസസ് തന്നെയാണ്. പിന്നെ വേണമെങ്കിൽ ആപ്സ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ടൈറ്റിൽ കൊടുക്കാം. ഓക്കെ, അപ്പൊ അത് നമുക്ക് ഇഷ്ടമുള്ളതെന്നൊക്കെ ചെയ്യാം. പിന്നെ ഇവിടെ അനദർ തിങ് വി ക്യാൻ ഡു ഇസ്, ഇപ്പൊ ഇതിൽ തന്നെ ജിയോ ഐ ഡി എന്ന് പറഞ്ഞിട്ട് CN അതൊക്കെ ഇങ്ങനെ വരുമ്പോൾ നമുക്ക് ഐ മീൻ ഇഫ് യു ആർ കമ്മ്യൂണിക്കേറ്റിംഗ് ടു അനദർ ഓഡിയൻസ്, ഇത് എന്താണെന്ന് ആളുകൾക്ക് ചിലപ്പോൾ മനസ്സിലാവില്ല. അപ്പൊ ഇത് വേണമെങ്കിൽ നമുക്ക് മാറ്റാം. അതിന് എനിക്ക് തോന്നുന്നു ലാബിന്റെ ഇതിൽ തന്നെയാണെന്ന് തോന്നുന്നു. നോട്ട് വെരി ഷുവർ, നോക്കട്ടെ. അല്ല, കളർന്ന് കൊടുത്താൽ മതി. ബിക്കോസ് കളറാണ് നമ്മൾ മാപ്പ് ചെയ്തേക്കുന്നത്. അപ്പോൾ കളറിന്റെ ടൈറ്റില് ഏതർ നമുക്ക് കൺട്രീസ് എന്ന് കൊടുക്കാം. നോക്കട്ടെ ശരിയാവും. ഓക്കെ, പിന്നെ അതിൽ ആ ലേബൽസ് മാറ്റണമെങ്കിൽ ഐ തിങ്ക് ദർ ഇസ് അനദർ കമാൻഡ്. അത് പെട്ടെന്ന് എനിക്ക് ഓർമ്മ വരും. സ്കെയിൽ കളർ ഡിസ്ക്രീറ്റ് എന്നാണെന്ന് തോന്നുന്നു. ഇത് ചില കമാൻഡൊക്കെ ഓർക്കാൻ വലിയ പാടാണ്. ഇത് നമ്മൾ ഡിസ്ക്രീറ്റ് വേരിയബിൾസ് ആയതുകൊണ്ട് ഡിസ്ക്രീറ്റ് ആണ്
ഗ്രൂപ്പിംഗ് വേരിയബിൾസ് ആണല്ലോ. ഈ ഓർഡറിൽ തന്നെ ആ പേരുകൾ നമുക്ക് വേണമെങ്കിൽ അടിക്കാം. നോക്കട്ടെ, ചിലപ്പോൾ അത് മെസ്സേജ് വരാൻ സാധ്യതയുണ്ട്. ഇതാണ് കമാൻഡ്. കുറച്ചുകൂടെ വലുതാക്കാം. ഇത് എടുത്തില്ല. സി ഇല്ലാതെയാണോ കൊടുക്കേണ്ടത്? ഇത് ലാസ്റ്റ് ട്രയലാണ്. ഞാൻ പിന്നീട് ചെക്ക് ചെയ്ത് പറയാം, അത് മാറ്റാൻ പറ്റും. എനിവേ അത് വന്നപ്പോൾ നമുക്കത് വിട്ടേക്കാം. പിന്നെ ചെയ്യാവുന്നത് ബാക്ക്ഗ്രൗണ്ട് ആണ്. വേണമെങ്കിൽ നമുക്ക് ഗ്രിഡ് ലൈൻസ് ഒക്കെ എടുത്ത് ബാക്ക്ഗ്രൗണ്ടിൽ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ഇപ്പൊ തീമാണ് അതിന്റെ തീം. പാനൽ ഗ്രിഡ് അതൊരു കോംപ്ലിക്കേറ്റഡ് കമാൻഡ് ആണ്. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഗ്രിഡ് അത് എടുത്തു കളയും. കളർ മാത്രമാവും. ഇനി ആ കളറേ വേണ്ടെന്നാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ പാനൽ ബാക്ക്ഗ്രൗണ്ട് ഒന്നും കൊടുക്കാം ഈ ഗ്രിഡിന് പകരം. ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാല് ബാക്ക്ഗ്രൗണ്ട് വെള്ളയായിട്ട് വരും. ഇതൊക്കെ നമ്മുടെ ഓരോ പ്രിഫറൻസ് ആണ്. ഇപ്പൊ ലൈൻസും എല്ലാം എടുത്ത് കളഞ്ഞു, അതിന്റെ യാതൊരു ഗ്രിഡും ഇല്ല. എനിക്ക് തോന്നുന്നു അതിനേക്കാളും ഭേദം ഇത് കിടക്കുന്നതായിരിക്കും. ഇരിക്കട്ടെ. അപ്പൊ ഇങ്ങനെ ഇതാണ് ഇപ്പൊ നമ്മുടെ ഗ്രാഫ്. അപ്പൊ ഇതിനെ നമുക്ക് വേണമെങ്കിൽ ഒന്നുകൂടെ സേവ് ചെയ്യാം. പ്ലോട്ട് 2 ആക്കാം. അല്ലെങ്കിൽ വേണ്ട, പ്ലോട്ട് 1A എന്ന് കൊടുക്കാം. 2 വേറെ ഉപയോഗിച്ചിട്ട്. അപ്പൊ ഇനി വേറെ ഒരു കാര്യം ചെയ്യാവുന്നത്, നമുക്കിപ്പോ ഇങ്ങനെയുള്ള ഇതില് നമുക്ക് വി ക്യാൻ ഡ്രോ വെർട്ടിക്കൽ ലൈൻസ് ടു ഇൻഡിക്കേറ്റ്. ഇപ്പോൾ നമുക്ക് വെർട്ടിക്കൽ ലൈൻ ഇപ്പം ഏതെങ്കിലും ഡേറ്റിൽ March 1, April 1 അങ്ങനെ ജസ്റ്റ് സേ രണ്ട് വരകൾക്കിടയിൽ എത്രത്തോളം ഇൻക്രീസ് ഉണ്ടായി എന്നൊക്കെ ഷോ ചെയ്യാനായിട്ട് നമ്മളെപ്പോഴും ഗ്രാഫിന് രണ്ട് ഉദ്ദേശമുണ്ട്. ഒന്ന് നമ്മളെ സ്വന്തം എക്സ്പ്ലോറേഷൻ ഓഫ് ദ ഡാറ്റ, സെക്കൻഡ് ഈസ് ടു കമ്മ്യൂണിക്കേറ്റ് ഓർ എക്സ്പ്ലെയിൻ ടു പീപ്പിൾ. അപ്പൊ അങ്ങനെ വരുമ്പോഴാണ് ഈ എംബലിഷ്മെന്റ്സ് ഒക്കെ ഇമ്പോർട്ടൻ്റ് ആവുന്നത്. ആളുകൾക്ക് ഗ്രാഫ് മനസ്സിലാവണമെങ്കിൽ അതെന്തോന്ന് നമ്മൾ വ്യക്തമായിട്ട് പറയണം. അപ്പൊ അതിനുവേണ്ടി ഞാനിപ്പോ ചെയ്തേക്കുന്നത് ഡേറ്റ് ലൈൻസ് എന്ന് പറഞ്ഞൊരു
സാധനം ഉണ്ടാക്കി. ഇത്രയും ഡേറ്റ് 2022-1, അത് ഫെബ്രുവരി 1, മാർച്ച് 1, ഏപ്രിൽ 1 ആൻഡ് മെയ് 1, ഈ 4 ഡേറ്റുകൾ ഗ്രൂപ്പ് ചെയ്തിട്ട് അതിനെ ആസ് ന്യൂമറിക് എന്ന് കൊടുത്തിരിക്കുകയാണ്. കാരണം ഈ ഇതിൽ കാണുന്നത് ഡേറ്റ് ആണെങ്കിലും ഇതിൻ്റെ ഇന്നർ കോഡിങ് നമ്പർ ആയിട്ടാണ്. ആറിൻ്റെ ഒരു കൺവെൻഷൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ നമ്പർ ഓഫ് ഡേയ്സ് ആണ് അത് കൗണ്ട് ചെയ്യുന്നത് ഡേറ്റിന്. അപ്പോൾ അതിൻ്റെ ഒറിജിനൽ 0 ഡേറ്റ് എന്ന് പറയുന്നത് 1970 ജാനുവരി 1 ആണ്. അപ്പോൾ അത് അന്ന് മുതലുള്ള ഡേറ്റ് ആയിട്ടാണ് എല്ലാ ഡേയും അവർ കൗണ്ട് ചെയ്യുന്നത്. അപ്പോൾ പക്ഷെ പുറത്ത് കാണിക്കുന്നത് ഇതുപോലെ ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് ആ ഡേ നമ്പർ അറിഞ്ഞില്ലെങ്കിൽ നമുക്ക് ഈ വര വരയ്ക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ആദ്യം തന്നെ നമ്മളൊരു ഓബ്ജക്റ്റ് ഉണ്ടാക്കിയിട്ട് എന്നിട്ട് നമുക്ക് വേണമെങ്കിൽ ആ ഡേറ്റ് ലൈൻ എന്താണെന്ന് കാണാം. ഡേറ്റ് ലൈൻസ് അടിച്ചു കൊടുത്താൽ ഇതാണ് ഡേറ്റ് ലൈൻസ്. ഇപ്പോൾ 18,293, 322 ഈ നമ്പേഴ്സാണ് ഈ കറസ്പോണ്ടിങ് ഡേയ്സ്. അപ്പൊ ഈ ഡേറ്റിൽ വരയ്ക്കണമെങ്കിൽ ഈ നമ്പർ നമ്മൾ അറിയണം. അപ്പൊ ആദ്യം തന്നെ നമ്മൾ ഇത് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് അറിയാൻ വേണ്ടി അത് നോക്കുന്നത്. അത് കഴിഞ്ഞിട്ട് അത് വേണമെന്നില്ല, അല്ലാതെ വെറുതെ ഡേറ്റ് ലൈൻസ് എഴുതി കൊടുത്താലും മതി, വരയ്ക്കാൻ അതിൻ്റെ ആവശ്യമില്ല. പക്ഷെ വി ഹാവ് ടു കൺവേർട്ട് ഇൻ ടു ന്യൂമറിക്, ആസ് ന്യൂമറിക് എന്ന് കൊടുക്കണം, അല്ലെങ്കിൽ ചിലപ്പോൾ എറർ മെസ്സേജ് വരും. അപ്പോൾ നമ്മൾ ഇതിലിപ്പോൾ ചെയ്യാൻ പോകുന്നത് ഈ ഡേറ്റിലൊക്കെ ഓരോ വര വരയ്ക്കുകയാണ്. അപ്പം അത് നമ്മൾ വെർട്ടിക്കൽ ലൈൻ എന്നുള്ളത് കാണിക്കാനാണ് ജിയോം വി ലൈൻ എന്നാണ് കൊടുക്കാം. And when you have a V line, vertical line, there should be an X intercept. അതായത് എക്സിൽ എവിടെയാണ് അത് കറസ്പോണ്ട് ചെയ്യുന്നത് എന്നുള്ളതാണ്. And then we can specify the type of line. I have set gray and line width as 0.5 because ഭയങ്കര പ്രോമിനന്റ് ലൈൻ ആയ ഈ ഗ്രാഫിനെ അത് ഡിസ്ട്രാക്ട് ചെയ്യും. അതുകൊണ്ട് that is why I have used gray color and അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു സാധനം കിട്ടും. So this is our choice. ഇത് വേണമെന്നൊന്നുമില്ല, I'm just saying. അപ്പോൾ ഇതിൽ നിന്ന് നമുക്കൊരു കാര്യം മനസ്സിലാവുന്ന ഈ ഒരു അമേരിക്കയുടെ ഒരു കുറ്റമാസം കൊണ്ടാണ് ഇത്രയും വന്നത്. പിന്നെ അതുപോലെ തന്നെ ചൈന ബൈ ഫെബ്രുവരി ഓൾറെഡി ഇറ്റ് ഹസ് പീക്ഡ് ആൻഡ് ഇസ് ഗോയിങ് ഡൗൺ. ഇന്ത്യ ആണെങ്കിൽ വളരെ ലേറ്റ് ആണ്, അത് കൂടിക്കൊണ്ടേ ഇരിക്കുക. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കുറച്ചുകൂടെ മനുഷ്യർക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഇങ്ങനത്തെ ലൈൻസ് വേണമെങ്കിൽ നമുക്ക് വരയ്ക്കാം. സെയിം പ്രിൻസിപ്പിൾ ഉപയോഗിച്ച് വേണമെങ്കിൽ ഹൊറിസോണ്ടൽ ലൈനും വരയ്ക്കാം. ഹൊറിസോണ്ടൽ ലൈനിൽ പിന്നെ വേറെ കോംപ്ലിക്കേഷൻ ഇല്ല. എനിവേ ദി വൈ ആക്സിസ് ഇസ് എ നമ്പർ. അപ്പോൾ അതുകൊണ്ട് എവിടെയൊക്കെയാണ് വരയ്ക്കേണ്ടത് എന്ന് മാത്രം നമ്മൾ ഇൻഡിക്കേറ്റ് ചെയ്തു. ഞാനിപ്പോൾ 4000 എത്രയും കേസസ് ആവുന്ന വരുമ്പോൾ ഐ എം ഡ്രോയിങ് എ ഹൊറിസോണ്ടൽ ലൈൻ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അത് ഏകദേശം ഇങ്ങനെ ഇരിക്കും. അപ്പോൾ നമുക്ക് ഈ പറഞ്ഞ പോലെ തിരിച്ചു ആലോചിക്കാം. അപ്പോൾ ചൈനയിൽ മാക്സിമം 2000 താഴെ വന്നിട്ടുള്ളൂ ഒരു ദിവസം. വേറെ അമേരിക്കയിൽ 30,000 ഒക്കെ ആയി ഡെയിലി. ആൻഡ് ഇന്ത്യ സോ ഫാർ 10,000 പോയിക്കൊണ്ടിരിക്കുകയാണ്, ആയിന്ന് തോന്നുമ്പോഴേ. So all these things we can explain by drawing these kind of lines and stuff. ഇതാണ് ഇപ്പോഴൊരു നമുക്ക് ജനറൽ ആയിട്ട് ഇപ്പോൾ വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാവുന്ന ഒരു കാര്യം. ഇതിന് ഇതുവരെയുള്ളതിന് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? അതിലൊരു ചെറിയ കമാൻഡ് മാത്രം എനിക്ക് തെറ്റിപ്പോയി, അത് ഞാൻ ചെക്ക് ചെയ്ത് പറയാം. അതായത് ഇതിൻ്റെ ഈ കൺട്രി നെയിംസ് അയക്കാനായിട്ട് ഐ നോ ദാറ്റ് ഇറ്റ് ഇസ് ജസ്റ്റ് സ്കെയിൽ കളർ ഡിസ്ക്രീറ്റ് എന്നാണ്, പക്ഷെ അതെങ്ങനെ കൊടുക്കും എന്നുള്ളത്. സ്കെയിൽ കളർ മാനുവൽ എന്നൊരു കമാൻഡ് ഉണ്ട്, അതാണോ? സ്കെയിൽ കളർ മാനുവൽ അല്ല, സ്കെയിൽ കളർ മാനുവൽ ആണോ? ണ്ടോ എല്ലാവർക്കും ഇത്രയൊക്കെ പറ്റി വിചാരിച്ചു.
എക്സ് ആക്സിസിനും വൈ ആക്സിസിനും നമുക്ക് ഒരു ബ്ലാക്ക് ലൈൻ കൊടുക്കാൻ പറ്റുമോ? ജസ്റ്റ് ഏതാ എക്സ് ആക്സിസിനും വൈ ആക്സിസിനും ഒരു ലൈൻ ഡ്രോ ചെയ്യാൻ പറ്റുമോ? ഈ പാനലൊന്നും ചെയ്യാതിരുന്ന ലൈൻ ഉണ്ടെന്ന് തോന്നുന്നില്ലേ? അല്ല, യു ഡോണ്ട് ഹാവ് എ ലൈൻ. ശരി. വേറൊരു കാര്യം ഞാൻ അങ്ങനെ ഈ തീം ക്ലാസിക് എന്ന് പറഞ്ഞ സാധനമുണ്ട്, അത് ഉപയോഗിക്കുകയാണെങ്കിൽ അതിൽ ലൈൻ വരും. കഴിഞ്ഞ ദിവസം പറഞ്ഞത് എനിക്ക് തോന്നുന്നത് ഇതില് വരുന്നത് ലൈനാണ്. അല്ല തോന്നുന്നു. ഇതിന്റെ ബോർഡറിന്റെ ലൈൻ ആണോ ചോദിച്ചത്? അത് മോഡിഫൈ ചെയ്യാൻ പറ്റും. ലേബിൾസ് ഒന്ന് ആക്കിക്കേ സർ. ലേബിൾസ് ആണോ? ലേബിൾസ് ആണ്. അല്ല അല്ല, അത് അറേയുടെ അത് പാരന്തസിസ് ഉണ്ടായിരിക്കും. സോറി. അതും കൂടെ കളയേണ്ടി വരും. അതും വേണ്ടേ? അല്ല, ഈ പാരാന്തസിസ് അല്ലേ? ശരിയായ നോക്കട്ടെ. കൊണ്ടോ അത് വർക്ക് ചെയ്തില്ല. സാറ് പ്ലോട്ട് ചെയ്യാനല്ല പറഞ്ഞ മറ്റേ അതുകൂടെ ചേർത്ത് എടുത്തേ. അസൈൻ ചെയ്യൽ നടന്നുള്ളായിരുന്നു. ശരിയായി. തീം ക്ലാസിക്കും ശരിയായി. ഇപ്പോ തീം ക്ലാസിക് കൊടുത്താൽ ഇങ്ങനെ ലൈൻ കിട്ടും, അല്ലാതെ ലൈൻ മാറ്റാനും പറ്റും. തീം ക്ലാസിക് എങ്ങനെയാണ്, വളരെ പ്ലെയിൻ ആണ്, ബാക്ക്ഗ്രൗണ്ടിലൊന്നും കാണത്തില്ല. ഈ ആക്സസ് അല്ലാതെ ഇത് ഇൻഡിവിജ്വൽ ആയിട്ട് ഇത് വരയ്ക്കാനും പറ്റും. അതിന്റെ ഡോക്യുമെന്റേഷനിലേക്ക് പോയാൽ അതൊക്കെ കിട്ടും. ആക്സസ് എന്ന് പറഞ്ഞൊരു വലിയൊരു ഗ്രൂപ്പ് തന്നെയുണ്ട്. ആക്സസിന്റെ ഈ ടിക്ക് മാർക്സ് മാറ്റാനും എല്ലാം പറ്റും. ലൈൻ വരയ്ക്കാനൊന്നും പ്രശ്നമില്ലല്ലോ എല്ലാവർക്കും. സാർ, ഈ ക്യുമുലേറ്റീവ് ആവറേജിങ് അല്ലാതെ സ്മൂത്തനിങ്ങിന് വേറെ ടൂളുകൾ വല്ലതും ഉണ്ടോ നമുക്ക്? മൂവിംഗ് ആവറേജ് ആണ് നമ്മൾ ചെയ്തത്. അതെ, മൂവിംഗ് ആവറേജ് അല്ലാതെ ഇപ്പം ലൈൻ സ്മൂത്തനിങ്ങിന് അങ്ങനത്തെ ടൂളുകൾ പലതും ഉണ്ട്. നമുക്ക് ഇപ്പൊ ലൈൻ ഇവിടെ നമ്മളെവിടെ ചെയ്ത ലൈൻ ജിയോം ലൈൻ, ജിയോം സ്മൂത്ത് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ജിയോം സ്മൂത്ത് കൊടുത്താല് അതിലിപ്പോ ഈ നമുക്ക് ഒറിജിനൽ ഇതിൽ പോവാം. ഇതിന് ഇവിടെ വേണമെങ്കിൽ നമുക്ക് ജിയോം സ്മൂത്ത് കൊടുക്കാം. ജിയോം സ്മൂത്ത് കൊടുത്താൽ ഇങ്ങനെ വരും. ലോഎസ് എന്ന് പറയുന്ന ഒരു ടെക്നിക്കാണ് അവർ യൂസ് ചെയ്യുന്നത്. ലോഎസ് ആണ് അതിന്റെ ഡിഫോൾട്ട്. അതൊരു പറഞ്ഞ പോലെ ഒരു വിൻഡോയില്, സ്മോൾ വിൻഡോയില് റിഗ്രഷൻ ചെയ്തിട്ട് അത് ഇങ്ങനെ മൂവിങ് വിൻഡോ പോലെ കൊണ്ടുപോവാണ്. അതൊരു ഇതുപോലെ തന്നെ ഒരു പരിപാടിയാണ്. ഇന്ത്യക്ക് വലിയ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഇല്ല. എനിക്ക് നമ്പർ എന്താണെന്ന് അറിയത്തില്ല, ഇങ്ങനെ ആയിപ്പോയി. ഇത് വേണേ നമുക്ക് ഈ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എടുത്ത് കളയാം. ഇത് ചുറ്റും കാണുന്നത് സ്റ്റാൻഡേർഡ് എററിന്റെ സോണാണ്. അപ്പൊ അത് SC ഈക്വൽസ് ഫോൾസ് കൊടുത്താൽ മതി. SC ഈക്വൽസ് ഫോൾസ് കൊടുത്താൽ ലൈൻ മാത്രമായിട്ട് കിട്ടും. ഇതാണ് സ്മൂതർ. അപ്പൊ സ്മൂതേഴ്സ് വേറെ ഉണ്ട്. അത് നമുക്ക് അതിന്റെ ഈ പറഞ്ഞ ഒരു ഡോക്യുമെന്റേഷൻ നോക്കിയാൽ പലതരത്തിലുള്ള സ്മൂതേഴ്സ് ഉപയോഗിക്കുന്നു. സർ, അതുപോലെ മൂവിംഗ് ആവറേജസിലെ വെയിറ്റ് കൊടുക്കാൻ പറ്റുമോ? കറണ്ട് ഡേക്ക് വെയിറ്റേജ് അങ്ങനെ എടുത്തോണ്ട് നമുക്ക് ചെയ്യുന്നത് എങ്ങനെ മൂവിംഗ് ആവറേജ് ചെയ്യുമ്പോഴത്തേന് അല്ല കറണ്ട് ഡേറ്റയ്ക്ക് വെയിറ്റേജ് കൊടുക്കുന്ന പോലെ ലൈക്ക് വെയിറ്റ് കൂടുതൽ കൊടുക്കാൻ പറ്റുമോ? കറണ്ട് ഡാറ്റ എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? അല്ല, 5 ദിവസത്തെ മൂവിംഗ് ആവറേജ് എടുക്കുമ്പോഴത്തേന് ലൈക്ക് 5 days മുമ്പുള്ള ഡേറ്റയ്ക്ക് കുറഞ്ഞ വെയിറ്റേജും കറണ്ട് ഡേറ്റിന്
കൂടുതൽ വെയിറ്റേജ് അങ്ങനെ ഓപ്ഷൻസ് വല്ലതും ഉണ്ട്? ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം മൂവിങ് ആവറേജ് എനിക്ക് അറിഞ്ഞൂടാ, ഞാൻ നോക്കിയാലേ പറയാൻ പറ്റുള്ളൂ. പക്ഷെ ഐ ഹാവ് നോട്ട് സീൻ ദാറ്റ്. കാരണം ഈ ഇക്കണോമിക്സിലൊക്കെ ഒരു സ്റ്റാൻഡേർഡ് ടെക്നിക്കാണ് മൂവിങ് ആവറേജ്. അപ്പൊ സാധാരണ അവർ ചെയ്യുന്നത് ചുമ്മാ ഇങ്ങനെ ആവറേജ് ചെയ്ത് പോവുകയാണ്. പ്രൈസ് മൂവ്മെന്റ് അങ്ങനത്തെ അത് വെറുതെ സ്മൂത്ത് ചെയ്യാൻ വേണ്ടി മാത്രമാണ് അവർ ചെയ്യുന്നത്. മറ്റതുപോലെ ചെയ്യാൻ പറ്റുമോ എന്ന് അറിഞ്ഞൂടാ, അത് നോക്കണം, വായിച്ചു നോക്കിയാലേ അറിയാം. അപ്പൊ ഡേറ്റ് ഒക്കെ വരയ്ക്കുന്ന പ്രശ്നമില്ലല്ലോ. അതിൽ ഓർക്കേണ്ട കാര്യം ഇതാണ്, ഡേറ്റ് എന്ന് പറയുന്നത് നമ്മൾ ഈ കാണുന്ന പോലെ കൊടുത്താൽ ലൈൻ വരയ്ക്കത്തില്ല. അപ്പൊ അത് നമ്മളതൊരു ആദ്യം ന്യൂമറിക് ആക്കി മാറ്റണം. നമ്മൾ അതിന്റെ എക്സ് ഇന്റർസെപ്റ്റ് ആയിട്ട് കൊടുക്കാൻ, അല്ലെങ്കിൽ എറർ വരും. പിന്നെ ഇനി നമുക്ക് ഇതിൽ ചെയ്യാവുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പൊ ഇതിപ്പോ ഇതല്ല നമ്മുടെ മറ്റേ പ്ലോട്ട്. ഇവിടെ ഈ പ്ലോട്ട് എടുത്തു കഴിഞ്ഞാല് നമുക്ക് യു ക്യാൻ സീ ദാറ്റ് ഇതിപ്പോ ഓരോ സമയത്താണ് തുടങ്ങുന്നത്. ബിക്കോസ് ഡേറ്റ് ആണ് നമ്മുടെ എക്സ് ആക്സിസ്. ഇപ്പൊ ഇവിടെ ആണെങ്കിൽ ജാനുവരി മുതൽ തുടങ്ങി, ഇവിടെ ആണെങ്കിൽ ഫെബ്രുവരി പകുതി, ഇവിടെ മാർച്ചായി ഇന്ത്യ. അപ്പോൾ അതിന് വേണമെങ്കിൽ നമുക്ക് വി ക്യാൻ ഓൾ ബ്രിങ് ഇറ്റ് ടു ദ ഡേ 1. അത് ഡേ 1 അല്ലെങ്കിൽ എന്തെങ്കിലും ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞാൽ ഈ എക്സ് ആക്സിസിനെ നമുക്ക് ഡേയ്സ് ആയിട്ട് മാറ്റാം. എത്ര ഡേയ്സ്, തുടക്കത്തിൽ നിന്ന് എത്ര ഡേയ്സ് എന്നുള്ള രീതിയിൽ. അതിന് ഉള്ളതാണ് അടുത്ത നമ്മൾ ശ്രമിക്കുന്നത്. Period on the period instead of date is a period, number of days. അപ്പൊ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഇപ്പോ ഒരു സ്റ്റാർട്ട് ഡേറ്റ് എന്ന് പറയുന്ന ഒരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്യണം. സ്റ്റാർട്ട് ഡേറ്റ് എന്ന് പറഞ്ഞാൽ എപ്പോഴാണോ നമ്മൾ തുടക്കമായിട്ട് കൺസിഡർ ചെയ്യുന്നത്. അപ്പൊ ഇതിൽ നമ്മൾ കേസസ് അബൌട്ട് 10 ആണ് തുടക്കമായിട്ട് ഉപയോഗിക്കാൻ പോകുന്നത്. അപ്പോൾ അതിനെ ഒരു ഡാറ്റ ഫ്രെയിം ആയിട്ട് തന്നെ സേവ് ചെയ്യണം. പ്ലോട്ട് ഡാറ്റയിൽ നിന്ന് നമ്മളിങ്ങനെ എടുത്തു കഴിഞ്ഞാൽ മാത്രം ഞാൻ കാണിച്ചു തരാം. പ്ലോട്ട് ഡേറ്റ അപ്പൊ ഇങ്ങനെ നമ്മളൊരു ഡാറ്റ ഫ്രെയിം ഉണ്ടാക്കി. അപ്പൊ അതിൽ നമുക്ക് ആ പാടെ വി ഹാവ് എ GUID ആൻഡ് സ്റ്റാർട്ട് ഡേറ്റ്, രണ്ട് വേരിയബിൾസേ ഉള്ളൂ. ഓരോ ചൈന എടുത്തു കഴിഞ്ഞാൽ ചൈനയുടെ എല്ലാം സെയിം 10 കേസ് വന്ന ദിവസമാണ് ഈ കാണിക്കുന്നത്. 2021-19 ആണ്. ഇത് പക്ഷെ ഓരോ ഡേറ്റിന്റെ ഏത് ഡേറ്റിലെ ഡാറ്റയാണോ അതിന്റെ സ്റ്റാർട്ട് ഡേറ്റ് എല്ലാം ഒന്ന് തന്നെയായിരിക്കും. കാരണം 10 ദിവസം 10 കേസ് ഉണ്ടായ ഡാറ്റയാണല്ലോ. അപ്പൊ ഇങ്ങനെ ഒരു ഡാറ്റാബേസ് ഉണ്ടാക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ then we have to merge this with the original data. അതിന് ഇന്നർ ജോയിൻ എന്ന് പറഞ്ഞൊരു കമാൻഡ് ഉണ്ട്. അപ്പൊ ആദ്യത്തെ നമ്മുടെ പ്ലോട്ട് ഡാറ്റയും ഈ സ്റ്റാർട്ട് ഡേറ്റ് ഡാറ്റ എന്ന് പറഞ്ഞ് നമ്മൾ ഇവിടെ സേവ് ചെയ്തിരിക്കുന്ന ഈ രണ്ടും കൂടെ we have to merge. അപ്പോൾ ഇത്രയും കഴിഞ്ഞിട്ട് അതിനെ നമ്മൾ പിന്നെ ഒരു ഡാറ്റാബേസ് ആക്കി കൺവേർട്ട് ചെയ്യും. ഡാറ്റ വിത്ത് സ്റ്റാർട്ട് ഡേറ്റ്സ്. ഇന്നർ ജോയിൻ എന്ന് പറയുന്ന കമാൻഡ് ഇറ്റ്സ് എ ഗ്രൂപ്പ് ഓഫ് കമാൻഡ്സ്. നമുക്ക് പിന്നീട് പഠിക്കാം. നമുക്ക് ഈ ആറിൽ ഒരുപാട് ഡാറ്റാബേസ് തമ്മിൽ ചേർക്കാനും ഒക്കെയുള്ള ഒരുപാട് കമാൻഡ്സ് ഉണ്ട്. അതിലൊരു പ്രധാനപ്പെട്ട കമാൻഡാണ് ഇന്നർ ജോയിൻ, ഔട്ടർ ജോയിൻ, ലെഫ്റ്റ് ജോയിൻ, റൈറ്റ് ജോയിൻ, ആന്റി ജോയിൻ എന്നൊക്കെ പറഞ്ഞ് കുറെ ഉണ്ട്. ചിലതൊക്കെ ഭയങ്കര കൺഫ്യൂസിങ് ആണ്. പക്ഷെ ഇന്നർ ജോയിൻ മീൻസ് ദാറ്റ് ഐ തിങ്ക് രണ്ട് ഡാറ്റാബേസ് കൊടുക്കുമ്പോൾ അതിൽ നമ്മൾ ഏതെങ്കിലും ഒരു ഇത് വെച്ചിട്ടായിരിക്കും അത് ഇന്നർ ജോയിൻ ചെയ്യുന്നത്. അപ്പൊ അത് രണ്ടെണ്ണത്തിലും കറസ്പോണ്ട് ചെയ്യുന്ന രണ്ടിലും ഉള്ള എല്ലാ ഇതും എടുക്കും. അങ്ങനെ വരുമ്പോൾ ഇതിലിപ്പോൾ സ്റ്റാർട്ട് ഡേറ്റ് ആണ് എടുക്കുന്നത്. അപ്പോൾ
goes by start date. അപ്പോൾ start date ഉള്ള സെയിം ആയിട്ടുള്ള രണ്ട് ഡാറ്റാബേസിലെയും എല്ലാ റോസും അത് എടുക്കും. അതാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പം അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ അതിൽ നിന്ന് നമ്മൾ what we are doing is but now we have in this database ഈ ഇതിൽ നമ്മൾ ഇത് മാത്രം കാണിക്കുകയാണെങ്കിൽ we have ഒരു date ഉണ്ട്, that is the date on which this is reported, and then you have start date. അപ്പോൾ ഓരോ ഡേറ്റിനും എത്ര ദിവസം എന്നുള്ളത് ഇതിന്റെ ഡിഫറൻസ് കണ്ടുപിടിച്ചാൽ മതി. അപ്പോൾ അതിനാണ് നമ്മൾ നെക്സ്റ്റ് that is what we are doing. ഇപ്പോൾ ഡാറ്റ വിത്ത് സ്റ്റാർട്ട് ഡേറ്റ്സിനെ എടുത്തിട്ട് ഡേയ്സ് എന്ന് പറയുന്ന ഒരു വേരിയബിൾ ഉണ്ടാക്കി. അതിനിവിടെ ഒരു നിങ്ങൾ വേണം. അപ്പോൾ നമുക്ക് ഇവിടെ കിട്ടിയത് ഓരോന്നും എത്ര ദിവസം, ഓരോ ദിവസം എന്ന് പറയുന്നത് എത്ര ദിവസത്തെയാണെന്ന്, എത്ര ദിവസം കഴിഞ്ഞുള്ള ഇവിടെയും പറഞ്ഞ മാതിരി ഡേറ്റ് ഷുഡ് ബി കൺവേർട്ടഡ് ഇൻ ടു ന്യൂമറിക്. സോ വി ക്യാൻ ജസ്റ്റ് സീ ആ ഒരു പർട്ടിക്കുലർ വേരിയബിൾ എങ്ങനെ ഡിസ്ട്രിബ്യൂട്ടഡ് എന്ന് നോക്കാം. സോ നമ്മൾ സേവ് ചെയ്തില്ല, സേവ് ചെയ്തിട്ട് നോക്കുമ്പോൾ one thing we see is a lot of minus numbers are there, minimum -63. അതെന്താണെന്ന് വെച്ചാൽ ചില ഡേറ്റ്സ് ഇപ്പോൾ 10 ദിവസത്തിന് മുമ്പുള്ള ഡേറ്റും ഉണ്ട്. അപ്പോൾ അതിൽ നിന്ന് ഇത് കുറയ്ക്കുമ്പോൾ അത് മൈനസ് ആയിട്ട് വരും. അപ്പോൾ അത് നമ്മൾ ഒഴിവാക്കണം. അപ്പോൾ അതിൽ നിന്ന് സോ വി ഫിൽറ്റർ. അപ്പോൾ ഒന്നുകൂടെ അത് ഫിൽറ്റർ ചെയ്തെടുത്തു കഴിഞ്ഞാൽ ഡേയ്സ് ഈക്വൽ ടു ഓർ അബവ് 0 മാത്രം എടുക്കുന്നു. എന്നിട്ട് അതിന് ഡാറ്റ വിത്ത് ഡേയ്സ്. അപ്പോൾ ഓരോ സമയം നമുക്ക് വേണമെങ്കിൽ സേവ് ചെയ്യാതെ ഒഴിവാക്കാം. ഇങ്ങനെ മാലയായിട്ട് കൊടുത്തു പോയാൽ മതി. പക്ഷെ അത് ചിലപ്പോൾ കൺഫ്യൂസിങ് ആയതുകൊണ്ടാണ് ഞാൻ ഓരോ സ്റ്റെപ്പും സേവ് ചെയ്യുന്നത്. അപ്പം ഇങ്ങനെ കിട്ടും. പിന്നെ അതിനെ നമ്മൾ സെയിം ഇതുപോലെ തന്നെ ഗ്രൂപ്പ് ബൈ UID ഞാൻ ജസ്റ്റ് ഒന്ന് ഇൻസ്പെക്ട് ചെയ്യാൻ വേണ്ടി ചില കമാൻഡ്സ് കൊടുത്തിരിക്കാം, മാക്സിമം മിനിമം ഒക്കെ. ഓരോ രാജ്യത്തെയും മാക്സിമം എന്ന് പറയുന്ന കറണ്ട് ഡേറ്റ് 14th ലാസ്റ്റ് ഡേറ്റ കൊടുത്തേക്കുന്നത്. പക്ഷെ മിനിമം എന്ന് പറയുന്നത് ഡിഫറെൻ്റ് ആണ്. ചൈനയിൽ അത് ജാനുവരിയിലാണ് 10 കേസ് വന്നത്, ഇന്ത്യയിൽ March 5th ആണ്, അമേരിക്കയിൽ March 3rd ആണ്. അപ്പോൾ അങ്ങനെ ഇതിൽ നിന്ന് പിന്നെ നമുക്ക് എന്നെ ഉള്ള ഇതെല്ലാം ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കാം. And then save it as plot2 data. And we are doing a plotting. അപ്പോൾ നമുക്ക് കാണുന്ന പോലെ we see that now what has happened is എല്ലാം കൂടെ നമ്മൾ 0-ലാണ് തുടങ്ങുന്നത്. ഇപ്പം ഡേയ്സ് ആണ് ഇവിടെ ഇൻസ്റ്റെഡ് ഓഫ് ഡേറ്റ്. അപ്പോൾ നാച്ചുറലി ചൈനക്കാണ് മാക്സിമം ഡേയ്സ് ഉള്ളത്, 950 ദിവസത്തോളം ആയി ഇവിടെ. പക്ഷെ മിക്കവാറും ഇവിടെ 50 ദിവസത്തിനപ്പുറം എല്ലാം കേസ് ഒന്നുമില്ല, 0-ആയിട്ട് കിടക്കും. പക്ഷെ നമ്മളാണെങ്കിൽ ഇവിടുന്ന് now we know that China has peaked or maybe around 10-25 ദിവസം, 10-25 പോലും എടുത്തില്ല. അത് കഴിഞ്ഞ് പിന്നെ അവർ started coming down. Whereas USA has been going on for a long time, 50-60 days ഒക്കെ ആയിക്കഴിഞ്ഞതിന് ശേഷമാണെന്ന് തോന്നുന്നത് താഴോട്ട് വരാൻ തുടങ്ങി. വി ആർ സ്റ്റിൽ, നമ്മുടെ പക്ഷേ ഒരു ഇതുള്ളത് വളരെ പ്രൊലോങ്ഡ് കർവാണ്. പക്ഷെ അത് എത്ര കാലം പോകും? 100 days കൊണ്ടാണ് ഇവിടം വരെ എത്തിയത്. ഇനി അത് എത്ര പോകുന്നൊരു പിടിയില്ല. അപ്പം ഇങ്ങനെയുള്ള ഒരു കമ്പാരിസൺ നമുക്ക് ഇതുപോലെ ചെയ്യാൻ പറ്റും. മേ ബി സ്റ്റാൻഡേർഡൈസ് ദ x-axis to days.
അപ്പൊ അതിനെയും നമുക്ക് ഇത് വേണമെങ്കിൽ ഈ RCCP ഈ മൂവിങ് ആവറേജ് ആയിട്ട് ചെയ്യാം. പക്ഷെ എന്ത് പറ്റി, മൂവിങ് ആവറേജ് ആക്കിയപ്പോൾ അത് കൂടുതൽ പ്രശ്നമായി. എന്താ, ഐ ഡോണ്ട് നോ വെദർ ഡൺ എനിത്തിങ് റോങ്. റോളിംഗ് ആവറേജ് അല്ല, റോളിംഗ് മീനാ എടുത്തേക്കുന്നത്. അതെ, റോൾ മീനാർ തന്നെയാണല്ലോ നമ്മൾ നേരത്തെ ഉപയോഗിച്ചത്. ആ കമാൻഡ് ഇവിടെ വന്നപ്പോൾ അതെന്തോ തെറ്റിപ്പോയി, എന്താന്ന് മനസ്സിലായില്ല. ഇതിന്റെ വല്ലതും ആണോ? ഫിൽറ്റർ എടുത്ത് കളഞ്ഞു നോക്കട്ടെ. ഫിൽറ്റർ ചെയ്തപ്പോ വല്ലതും തെറ്റിപ്പോയതാണ്. ഇല്ല, അതിനെന്തോ ഒരു കാര്യമായ തകരാറുണ്ട്, പിന്നീട് പരിശോധിക്കാം. Because it has become actually more noise is more than to us, so that cannot be like this. There is something wrong. നമ്മൾ ഉപയോഗിച്ച കമാൻഡ് ഒക്കെ സെയിം ആണ്, നമ്മൾ കുത്തിയിരുന്ന് നോക്കിയാലേ അറിയുള്ളൂ. എല്ലാവർക്കും ഇതുപോലെയാണോ കിട്ടുന്നത്? ഹലോ, എന്റെ ഏറ്റവും കുഴപ്പമില്ലല്ലോ. വേറെ ആരെങ്കിലും ചെയ്ത് നോക്കിയോ? ഇല്ല, അത്രയ്ക്ക് ഫാസ്റ്റ് അല്ല നമ്മൾ. അല്ല, അപ്പൊ അത് ചെയ്ത് നോക്കിയിട്ട് ഐ മീൻ ഷെയർ ചെയ്യുമ്പോൾ എന്തെങ്കിലും സൊല്യൂഷൻ നമ്മൾ ചെയ്തതിൽ എന്തെങ്കിലും തെറ്റാണെങ്കിൽ അത് ഷെയർ ചെയ്യുക. എന്തോ കമാൻഡ് എവിടെയോ വെച്ച് തെറ്റിയിട്ടുണ്ടോ, അത് വിശദമായിട്ട് നോക്കണം. ഞാൻ തൽക്കാലം ഒരു കാര്യം ചെയ്യാം, ഇത് ജിയോം സ്മൂത്ത് ആക്കി നോക്കാം. നമുക്ക് ഇവിടെ താഴെ വേറൊരു കമാൻഡ് എഴുതാം. ഡോട്ട് ടു ഡാറ്റ GeoID മുട്ടേറ്റ് വേണ്ട, ജസ്റ്റ് പ്ലോട്ട് ചെയ്യാം. Okay, let us see how this looks. At least അതൊരു സ്മൂത്ത് ലുക്ക് ഉണ്ട്. ഇപ്പൊ ഏകദേശം ഇതുപോലെയാണ് ഇത് പോകുന്നത്. നമ്മുടെ ഡെയിലി കേസസ് ഇപ്പോഴും USA എത്തിയിട്ടില്ല. ഇതിലിപ്പോ ഞാൻ ചെയ്തേക്കുന്നത് 3 കൺട്രി എടുത്തിട്ട് ഐ ഹാവ് ഡൺ ദിസ് 2-3 പ്ലോട്ട് വരച്ചു. വാട്ട് വി ക്യാൻ ഡു ഫർദർ ഈസ്, ഇതിൽ വേണമെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ ക്യൂമുലേറ്റീവ് ഇതെടുക്കാം. ഓരോ ദിവസത്തെയും അന്ന് വരെയുള്ള കേസ് എന്നുള്ള രീതിയിൽ എടുക്കണമെങ്കിൽ വി ക്യാൻ എയ്തർ ഗ്രൂപ്പ് ബൈ കൺട്രി GeoID ആൻഡ് ഡേറ്റ് ആൻഡ് ദെൻ mutate and create a variable called sum or total, which is the sum of cases. Some cases എന്ന് കൊടുത്താൽ മതി. അപ്പൊ ഞാനതൊരു I am leaving it as an exercise, you can try. അതും അല്ലെങ്കിൽ QMSUM എന്നൊരു കമാൻഡ് ഉണ്ട്.
അത് ഞാൻ വേണമെങ്കിൽ കാണിച്ചു തരാം. ഫ്ലോർ ടു ഡാറ്റ, okay, we'll just see how the variable looks. പക്ഷെ ടോട്ടൽ കാണാനുമില്ല. അപ്പൊ അതിന് നമുക്ക് ഇതിനൊരു മാർഗമുണ്ട്. അപ്പൊ ഇത് നോക്കിയാൽ അറിയാം നമുക്ക് ഓരോ ദിവസം 5060 ആണെങ്കിൽ 60, പിന്നെ അടുത്ത ദിവസം അതിന്റെ 60 കൂടെ കൂട്ടും. ടോട്ടൽ വരുമ്പോൾ 120 ആവും, 180 ആവും, 240 അങ്ങനെ പോകും. അപ്പൊ ഇങ്ങനെ ക്യും സം എന്നുള്ള കമാൻഡ് ഉപയോഗിച്ച് വേണമെങ്കിൽ നമുക്ക് ഓരോ ദിവസവും ടോട്ടൽ കണ്ടുപിടിച്ചിട്ട് അത് ഗ്രൂപ്പ് ചെയ്യണ്ടേ? ഗ്രൂപ്പ് ചെയ്തിട്ട് ആണെങ്കിൽ ക്യും സം വേണ്ടെന്ന് ടോട്ടൽ അല്ല വെറുതെ സം ചെയ്താൽ പോരെ. അല്ല, ഇതിപ്പോ ഡേറ്റ് എല്ലാം ഒറ്റ ഡേറ്റ് ആണ്. ഓ ശരിയാണ്. അപ്പൊ ഗ്രൂപ്പ് കാണുമായിരിക്കും. ശരിയാ. അങ്ങനെയാണെങ്കിൽ പിന്നെ പക്ഷെ ക്യും സം വേണ്ടല്ലോ അല്ലെ. Group by GeoID date. റൈറ്റ് ചെയ്യണോ റൊട്ടേറ്റ് ചെയ്യണോ? പറ്റി. അത് തന്നെ ഇതെങ്ങനെ ഇരിക്കുന്നു നോക്കാം. നമുക്ക് ഇങ്ങനെയൊക്കെ പ്രശ്നം വരുമ്പോൾ ആദ്യം ഓരോന്നായിട്ട് നോക്കി നോക്കി പോയാൽ മതി. ഇപ്പൊ ഇത് ഓരോ ഡേറ്റ് വ്യത്യാസമുണ്ട്. 19, 22, 25. എനിക്ക് ഒന്ന് റിപ്പോർട്ട് ചെയ്ത ദിവസങ്ങളാണെന്ന് തോന്നുന്നു. പക്ഷെ ഇങ്ങനെ ചെയ്യുമ്പോൾ ഒരു കുഴപ്പമുള്ളത് ഇതില് അല്ല, കുഴപ്പമില്ല. ഇതിപ്പോ ജിയോ ID ഉണ്ട്, ഡേറ്റ് ഉണ്ട്, ടോട്ടൽ ഉണ്ട്. അത് മതി. ഇത് വെച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ ഗ്രാഫ് ചെയ്യാം. The shape of the curve is very similar, but a number വ്യത്യാസമുണ്ട്. Of course, 50,000. അല്ല, മേപ്പോട്ട് പോകുന്ന ഗ്രാഫ് ആയിരിക്കത്തില്ല സർ. എപ്പോഴും ഏതാ? കൂടുതൽ നമ്പർ അല്ലേ വരുന്നത് മേപ്പോട്ടേക്കല്ലേ? അല്ല, താഴേക്ക് വരുന്നത് സെയിം ഗ്രാഫ് ആണല്ലോ. It looks like the same graph അല്ലേ? പക്ഷേ നമ്പറിന് മാത്രമേ വ്യത്യാസം. എന്തോ ഒരു ബൈ ചെയ്യുമ്പം ഡേറ്റിന്റെ ആവശ്യമുണ്ടോ? ഏതാ? ഗ്രൂപ്പ് ബൈ ജിയോ ID, ഡേറ്റ് അങ്ങനെ ചെയ്യുമ്പം ഓരോ കൺട്രിക്കും ആ ഡേറ്റിലുള്ള കേസസ് അല്ലേ ഓരോ ഡേറ്റിനും ചെയ്ത് ഡേറ്റ് ഒഴിവാക്കിയിട്ടുണ്ടെങ്കിൽ ക്യുമുലേറ്റീവ് കേസ് വരത്തില്ല. ആണോ? ഡേറ്റിന് വേണ്ട ഓരോ ഡേറ്റിന്റെയും ക്യുമുലേറ്റീവ് അല്ലേ നമുക്ക് വേണ്ടത്?
ഗ്രൂപ്പ് ബൈ ജിയോ ഐ ഡി പിന്നെ കംസം എടുത്തിട്ടുണ്ടെങ്കിൽ ആ കൺട്രിയുടെ ക്യുമുലേറ്റീവ് കേസസ് കിട്ടുമെന്ന് തോന്നുന്നു. ആണോ? മ്യൂട്ടേറ്റ് ചെയ്തിട്ടോ? ആ, ഗ്രൂപ്പ് ബൈ ജിയോ ഐ ഡി പിന്നെ മ്യൂട്ടേറ്റ് ചെയ്യുന്നത്. മ്യൂട്ടേറ്റ് ചെയ്ത് വേണമെങ്കിൽ വേറൊരു കോളം നെയിം കൊടുക്കാം. ടോട്ടൽ മതിയായിരിക്കും. ടോട്ടൽ അങ്ങനെയാ? സമ്മ് തന്നെ മതി. ഇപ്പം ഗ്രൂപ്പ് ബൈ കൺട്രി അല്ലേ? അതെ, അപ്പൊ ഞാൻ ചോദിക്കുന്നത് അങ്ങനെ ഗ്രൂപ്പ് ചെയ്താല് പക്ഷെ കൺട്രിയുടെ ഒറ്റ ടോട്ടലല്ലേ കിട്ടുള്ളൂ, അല്ല ഡേറ്റ് വെച്ച് കിട്ടുമോ? നോക്കാം. ഡേറ്റ് വെച്ച് പുതിയ വേരിയബിൾ ക്രിയേറ്റ് ചെയ്യേണ്ടതാണ്. നോക്കട്ടെ. ഉണ്ടോ? അത് ഓരോന്നിനും ഓരോ വര വരച്ചു, കാരണം അതെല്ലാം കൂടെ കൂട്ടും. കേസസ് എന്ന് പറയുന്നത് ഡെയിലി കേസ് ആണോ സാർ? കേസസ് ഡെയിലി കേസ്. അപ്പൊ ഇതെല്ലാം കൂടെ ഒരു കൺട്രിയുടെ എല്ലാ കേസും കൂടെ എടുത്ത് കൂട്ടുക ചെയ്തേ. കിംസം ആണെങ്കിലോ സാർ? അതാണ് നോക്കാം നമുക്ക്. പക്ഷെ ഇവിടെയും തോന്നുന്നു ഡേറ്റ് അവിടെ വന്നില്ലെങ്കിൽ ശരിയാവോ? അത് വളരെ ഫണ്ണി ആയിട്ടിരിക്കുക. താഴോട്ട് പോകും. അതെങ്ങനെ പ്ലോട്ട് ചെയ്യാതെ അതിന്റെ ഡേറ്റ എങ്ങനെയാ വരുന്നത് നോക്കിയാൽ മനസ്സിലാവുമായിരുന്നു. ഓക്കെ. ഇതില് പക്ഷേ പകുതിയൊക്കെ മുഴുവൻ കാണുന്നില്ല. ഇതിപ്പോ സെയിം ഡേറ്റ് ആണ് കാണിക്കുന്നത് ഈ പറഞ്ഞ മാതിരി. അതെന്താ അങ്ങനെ കാണുന്നേ? മാത്രമല്ല കേസിന്റെ നമ്പർ എല്ലാം സെയിം ആയിട്ടിരിക്കുന്നു. അല്ല, അത് മാത്രമല്ല ഡേറ്റ് ഒന്ന് തന്നെയാണ്. ഡ്യൂപ്ലിക്കേറ്റ് അങ്ങനെ ഒരുപാട് റോസ് ഇങ്ങനെ വരുന്നത് എന്താന്ന് എനിക്ക് മനസ്സിലായില്ല. എന്തോ നമ്മളൊരു കമാൻഡിന് എന്തോ പ്രശ്നമുണ്ട്. ഈ പ്ലോട്ട് ടു ഡേറ്റ എന്ന് പറയുന്ന ആ ഡേറ്റ ഒന്ന് നോക്കാൻ പറ്റുമോ? അതെങ്ങനെ ഇരിക്കുന്നത്? അത് നോക്കാമല്ലോ. ഇങ്ങനെ മാത്രം ഹൈലൈറ്റ് ചെയ്താൽ അവിടെ തന്നെ ഒത്തിരി ഡ്യൂപ്ലിക്കേറ്റ്സ് ഉണ്ട്. ഓക്കെ ഓക്കെ ഓക്കെ. എന്റെ പേരന്റ് ഡേറ്റ എത്തുണ്ട്. ഡേറ്റ എവിടെ വന്നത്? നമുക്ക് ആദ്യം ഡാറ്റ വിത്ത് തുടങ്ങാം. അതെ, അവിടെയും ഡ്യൂപ്ലിക്കേറ്റ്സ് ഉണ്ട്. അതെന്താ കാര്യം? ഇതൊന്ന് നോക്കാം. ഡാറ്റ വിത്ത് സ്റ്റാർട്ട് ഡേയ്സ് എന്ന് പറയുന്നത് അവിടെ ഒരുപാടുണ്ട് അല്ലേ? നമുക്ക് ആദ്യം കുറെ കർവൊക്കെ കിട്ടിയല്ലോ. അതെങ്ങനെ കിട്ടിയെന്ന് അത് വേറെ ഡാറ്റ ഫ്രെയിം ആയിരുന്നോ? അല്ല, ഇത് തന്നെ നമ്മൾ ചെയ്ത് പോയതാണ്. പ്ലോട്ട് ഡാറ്റയിൽ കുഴപ്പമില്ലെന്ന് തോന്നുന്നല്ലേ? ഇല്ല. സ്റ്റാർട്ട് ഡേറ്റ് ഡാറ്റയിലോ? സ്റ്റാർട്ട് ഡേറ്റ് ഇങ്ങനെ ഇരിക്കത്തുള്ളൂ, കാരണം ഓരോ ദിവസത്തെ ഡാറ്റയിലും സ്റ്റാർട്ട് ഡേറ്റ് തന്നെയായിരിക്കും. ഇത് രണ്ടും കൂടെ നമ്മൾ മെർജ് ചെയ്യുന്നത്. ഇന്നർ ജോയിൻ ചെയ്തപ്പം ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടായെന്ന് തോന്നുന്നു. ഇന്നർ ജോയിന്റെ ഏത് വേരിയബിൾ വെച്ചിട്ടായിരിക്കും അവർ ലിങ്ക് ചെയ്തെന്നുള്ളതായിരിക്കുമല്ലോ. അത് ജിയോ ഐ ഡി ആയിരിക്കണം. അത് മാത്രമല്ല കോമൺ ആയിട്ടുള്ളൂ. അതെ, രണ്ടിനും കോമൺ ആയിട്ട് ഒരെണ്ണേ ഉള്ളൂ. അതുകൊണ്ടാണ് അത് പ്രത്യേകം പറയാത്തത്.
അപ്പൊ ഇങ്ങനെ വന്നപ്പോ ഇത് എന്താ ഇങ്ങനെ ആയതെന്നുള്ളതാണല്ലേ. സെയിം ഈ സ്റ്റാർട്ട് ഡേറ്റ് ഡേറ്റയുടെ യുണീക്ക് മാത്രം എടുത്ത് ജോയിൻ ചെയ്യാൻ പറ്റുമോ? അതിന്റെ അകത്ത് തന്നെ ഒത്തിരി ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടല്ലോ. ഡ്യൂപ്ലിക്കേഷൻ വരും. കാരണം ഇപ്പൊ എല്ലാത്തിന്റെയും സ്റ്റാർട്ട് ഡേറ്റ് ഒന്നായിരിക്കുമല്ലോ. അല്ല, ഒരേ കൺട്രിക്ക് തന്നെ പല ഡിഫറെന്റ് റോൾ കണ്ടു, അതാണ് ഞാൻ ചോദിച്ചത്. ഇല്ല ഒരു കൺട്രിക്ക് വേറെ കണ്ടിട്ടില്ല. ഇത് നോക്കിയാൽ അറിയാമല്ലോ. ഇത് പ്ലോട്ട് ഡാറ്റ എന്നുള്ളത് ഇതല്ലേ പറഞ്ഞേ, സ്റ്റാർട്ട് ഡേറ്റ് ഡേറ്റ. അതെ, അതിങ്ങനെ ഇരിക്കത്തുള്ളൂ. കാരണം ചൈനയിൽ ഇപ്പോ ജനുവരി 1 അല്ല, ഇപ്പം മാർച്ച് 1 സ്റ്റാർട്ട് ഡേറ്റ് ഇത് തന്നെയായിരിക്കും, മാർച്ച് 2 സ്റ്റാർട്ട് ഡേറ്റ് ഇത് തന്നെയായിരിക്കും. കാരണം സ്റ്റാർട്ട് ഡേറ്റ് എന്ന് പറയുന്നത് മിനിമം ഉള്ളത് ആ ഒറ്റ ഡേറ്റ് ആണല്ലോ. അതങ്ങനെ ആവാനേ വഴിയുള്ളൂ. അല്ല, പക്ഷെ ചൈനയ്ക്ക് തന്നെ മൾട്ടിപ്പിൾ എൻട്രീസ് വന്നില്ലേ? അത് വരുമല്ലോ, ഈ സ്റ്റാർട്ട് ഡേറ്റിന് അങ്ങനെ വരും. സ്റ്റാർട്ട് ഡേറ്റ് ഒരു ഡേറ്റ് അല്ലേ വരുള്ളൂ? അതെ, പക്ഷേ സാർ ഇതിന്റെ നമ്പർ ഓഫ് റോസ് ഒന്ന് കമ്പയർ ചെയ്യാൻ പറ്റുമോ നമുക്ക്? ജസ്റ്റ് നോക്കാം. പ്ലോട്ട് ഡേറ്റയുടെയും സ്റ്റാർട്ട് ഡേറ്റ് ഡേറ്റയുടെയും നമ്പർ ഓഫ് റോസ്. അത് വ്യത്യാസം ഉണ്ടാവുമല്ലോ. അത് വ്യത്യാസം വരും. പക്ഷെ എനിക്ക് തോന്നുന്നു ഈ ഇന്നർ ജോയിൻ ചെയ്യുമ്പം ഈ സ്റ്റാർട്ട് ഡേറ്റ് ഡേറ്റയിൽ ഡ്യൂപ്ലിക്കേറ്റ്സ് ഉള്ളത് കൊണ്ട് ഡേറ്റ വിത്ത് സ്റ്റാർട്ട് ഡേറ്റ്സ് ആ ഔട്ട്പുട്ടിലും ഡ്യൂപ്ലിക്കേറ്റ്സ് വരുന്നുണ്ടെന്ന് തോന്നുന്നു. ഇന്നർ ജോയിനിൽ വേറെ പാരാമീറ്റേഴ്സ് വല്ല ആഡ് ചെയ്യണോ? അപ്പൊ സ്റ്റാർട്ട് ഡേറ്റ് ഡേറ്റയുടെ യുണീക്ക് മാത്രം എടുത്താൽ എടുത്തു നോക്കിയാൽ അതിൽ യുണീക്ക് ഓക്കെ നോക്കട്ടെ. യുണീക്ക് മാത്രം കൊടുത്താൽ മതിയായിരിക്കാം. യുണീക്ക് അങ്ങനെയാണോ? ഉണ്ടോ? 3 വരുള്ളൂ. അത് മതിയായിരിക്കുമല്ലോ. ഈ യുണീക്ക് എടുത്തിട്ടൊന്ന് സെർച്ച് ചെയ്ത് കൊടുത്തു നോക്കിയാലോ. ഈ ഡേറ്റ വിത്ത് സ്റ്റാർട്ട് ഡേറ്റ്സ് ഇന്നർ ജോയിൻ വിത്ത് യുണീക്ക് മാത്രം കൊടുക്കണം. സെക്കൻഡ് പാരാമീറ്റർ. ഇതിനെ ഒരു ഡാറ്റ ഫ്രെയിം ആയിട്ട് മാറ്റണം. അപ്പൊ അതിന് യുണീക്ക് മാത്രം മതിയായിരിക്കും. അല്ല, ഞാൻ പറഞ്ഞു, അപ്പൊ അത് 2 ഡാറ്റ ഫ്രെയിം ആണെങ്കിലേ നമുക്ക് ജോയിൻ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അതിനെ നമുക്ക് ഡാറ്റ ഫ്രെയിം ഇങ്ങനെ എടുത്ത് വെറുതെ യുണീക്ക് എന്ന് കൊടുത്താൽ ഡാറ്റ ഫ്രെയിം ആയിട്ട് കിട്ടുമായിരിക്കും അല്ലേ? കിട്ടും. അതിലുള്ള പ്രശ്നം നമുക്ക് പിന്നെ അത് എന്തുകൊണ്ടാണ് ഈ കർവ് കിട്ടിയെന്നുള്ളത് കർവിന് വലിയ കുഴപ്പമില്ലായിരുന്നു ആദ്യത്തെ കർവിന്. ഇനി ഡേറ്റ വിത്ത് സ്റ്റാർട്ട് ഡേറ്റ്സ് നോക്കൂ സർ. ഇപ്പം അത് 169 തന്നെയല്ലേ? യാ, ചൈന 6-14. ഓക്കെ, ഇപ്പൊ കറക്റ്റ് ആണ്. ഇപ്പൊ മുമ്പത്തെ പോലെ വരുന്നില്ലല്ലോ. നേരത്തെ ഓരോ ഡേറ്റ് ഡിഫറെന്റ് ഡേറ്റ്സ് ആ കാണിക്കുന്നത്. ഈ ഡീപ് ലെയറിന്റെ ഇന്നർ ജോയിനില് ഈ ഡ്യൂപ്ലിക്കേറ്റ്സ് വന്നാൽ അത് ഔട്ട്പുട്ടിലും ആ ഡ്യൂപ്ലിക്കേറ്റ്സ് വരും തോന്നുന്നു. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതെല്ലാം മാറ്റണം അല്ലേ? നോക്കട്ടെ. അല്ല, ഇനി കുഴപ്പം കാണത്തില്ലല്ലോ. ഈ കമാൻഡ്സ് ഒന്നുകൂടെ റൺ ചെയ്ത് പോയാൽ മതി. കർവൊക്കെ ശരിയായോ നോക്കണ്ടേ? ഇതൊക്കെ തന്നെ നമുക്ക് അന്നും കിട്ടുന്നത്. പക്ഷെ നമ്പർ ഓഫ് റോസ് പ്രശ്നം ഉണ്ടായിരുന്നു, അതുകൊണ്ടാന്ന് തോന്നുന്നു. ഓക്കെ,
ഫിൽട്ടർ ചെയ്ത് കളയാം അല്ലേ? നമുക്ക് പഴയ പോലെ തന്നെ കിട്ടിയത്. അതിവിടെ പക്ഷെ നമ്മൾ ഇൻഡിവിജ്വൽ പോയിന്റ്സ് എല്ലാം എടുക്കുന്നു സർ. മൾട്ടിപ്പിൾ പോയിന്റ്സ് വന്നു കഴിഞ്ഞാൽ സെയിം ഡേറ്റ് ആണെങ്കിൽ സെയിം ഇതാക്കുന്നു. ഓക്കെ, അതായിരിക്കും. ക്യുമുലേഷൻ വരുമ്പോൾ മാത്രമേ ഉള്ളൂ എറർ വരുന്നത്. നമുക്ക് ക്യുമുലേറ്റ് ചെയ്യാൻ ഒരു ഇതല്ലേ നമ്മൾ ഉപയോഗിച്ചത്? അതെ. നോക്കാം. വീണ്ടും അങ്ങനെ വന്നു. എക്സ് ഡേറ്റ് അല്ല, ഡേയ്സ് ആണ്. ഡേയ്സ് ആണ്. പിന്നെ എനിക്ക് എന്നൊരു സംശയം. മാത്രം മതിയോ? സോ ഭയങ്കര ഹ്യൂജ് നമ്പേഴ്സ് 6 to the power 10 to 6. ഓക്കെ, അതാ പറഞ്ഞു, അത് ശരിയല്ല. പ്ലോട്ട് ടു ഡാറ്റ ഏകദേശം ഇവിടെ ഡേയ്സ് ആണ് കൊടുക്കുന്നത് അല്ലേ? ഇതാ ഒറിജിനൽ ഡേറ്റയുടെ പ്രോട്ടോകോൾ. സിമുലേറ്റ് ചെയ്തിട്ടില്ല അല്ലേ? സിമുലേറ്റ് മാത്രമല്ല, ഒത്തിരി നെഗറ്റീവിലോട്ട് പോകുന്നു. നെഗറ്റീവ് നമ്പർ 0ന്റെ താഴെ പോയി. പ്ലോട്ട് ടു ഡാറ്റ ഒന്ന് വ്യൂ ചെയ്യാൻ പറ്റുമോ സാറേ? ക്യൂംസം വേണോ? സം ആക്കിയല്ലോ സർ. അത് ചെയ്യാം. അല്ല, നമ്മുടെ സമയം കഴിഞ്ഞു, അതുകൊണ്ട് ശരി, ഒരു കാര്യം ചെയ്യാം. ഇതേതായാലും ഞാൻ നോക്കാം. സോ യു ക്യാൻ ഓൾസോ ലുക്ക് അറ്റ് ഇറ്റ്. ഇപ്പോൾ നെക്സ്റ്റ് ടൈം നമുക്കിത് ശരിയാക്കിയിട്ട് അടുത്ത ഇതിലോട്ട് പോകാം. അപ്പൊ അതിനിടയ്ക്ക് യു ക്യാൻ ട്രൈ ഔട്ട്. ഇപ്പോൾ ഡെറ്റ്സ് വെച്ചിട്ട് വേണമെങ്കിൽ ഗ്രാഫ് വരയ്ക്കാം, അല്ലെങ്കിൽ വേറെ കൺട്രീസ് ട്രൈ ഔട്ട് ചെയ്യാം. അങ്ങനെ എന്തെങ്കിലും വ്യത്യാസങ്ങളൊക്കെ നോക്കാം. പിന്നെ ഈ പ്രോബ്ലം എന്തുകൊണ്ടാണെന്നുള്ളത് വിൽ ട്രൈ ടു സോർട്ട് ഇറ്റ് ഔട്ട്. അല്ല, അങ്ങനെ ശരിയാക്കി കിട്ടുകയാണെങ്കിൽ ഞാൻ സ്ക്രിപ്റ്റ് ഉടനെ ഞാൻ ഷെയർ ചെയ്യാം. വലിയ പ്രോബ്ലം ഇല്ല, നമ്മൾ ഏകദേശം ഇവിടെ നോക്കുന്നത്. സമയം കിട്ടിയാൽ മതി. അപ്പൊ എന്നാ പിന്നെ നമുക്ക് നിർത്തിയാലോ? ഓക്കെ സർ. ക്ലോസ് ചെയ്യട്ടെ? ഓക്കെ, താങ്ക് യു സർ.